എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിത്യ. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം. നമ്മൾ നമ്മുടെ വ്ളോഗുകളിൽ സാർ ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ദിക്കുകൾ, ഈ വടക്ക് കിഴക്ക് ദിക്കുകൾ. അപ്പം ഈ ദിക്കുകളില്ലാത്ത വീടുകളെ പറ്റിയിട്ട് ഒന്ന് വിശദീകരിക്കാമോ? അതിന് എന്തെങ്കിലും ദോഷമുണ്ടോ വാസ്തുവിൽ? ദിക്കുകളില്ലാത്ത വീട് എന്നുള്ളതില്ല. എല്ലാ വീടിനും ദിക്കുണ്ട്. ദിക്ക് അടയുന്ന വീടുകളേ ഉള്ളൂ. ദിക്ക് എല്ലാ വീടിനും ദിക്കുണ്ടാവും. പക്ഷെ ദിക്ക് നഷ്ടപ്പെട്ട വീട് എന്നുള്ളൊരു വാക്കുണ്ട്. ദിക്ക് നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ വീട് കിഴക്കാണെന്ന് വയ്ക്കുക, കിഴക്ക് ഫേസ് ചെയ്ത് നിൽക്കുക. പക്ഷെ നിങ്ങളുടെ വീടിനോട് ചേർന്ന് മാക്സിമം ഒരു 4 അടി 5 അടിക്കുള്ളിൽ നിങ്ങളുടെ വീടിനേക്കാൾ ഉയർന്ന് ഒരു വീട് വരുമ്പോൾ അവിടെ നിങ്ങളുടെ കിഴക്ക് എന്നുള്ള ദിക്കിനെ നിങ്ങൾ നഷ്ടപ്പെടുന്നു. ഇതിനെ ദിക്ക് നഷ്ടപ്പെടുന്ന വീടെന്ന് പറയുന്നത്. തിരഞ്ഞെടുക്കുന്ന ദിക്ക് വടക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നും മറ്റൊരു വീടിന് വളരെ കുറഞ്ഞ ഗ്യാപ്പേ ഉള്ളൂ. മീൻസ് ഒരു 5 അടി 4 അടി ഒരു ചെറിയ സ്നേഹം അതിലും ചേർന്നൊരു വീടുമുണ്ട്. അത് വടക്ക് ഭാഗമാണ്. അതിനെ വടക്ക് നഷ്ടപ്പെട്ട വീട് എന്നാണ് പറയേണ്ടത്. ഓരോ ദിക്കിനും അതിൻ്റെതായിട്ടുള്ള എനർജി ആ വീടിന് സംഭരിക്കാനുണ്ട്. അപ്പോൾ പൂർണ്ണമായും അതിൻ്റെ തൊട്ട് ചേർന്ന് മറ്റൊരു വീട് വരുന്നു എന്നുണ്ടെങ്കിൽ ആ ദിക്കിൻ മൂലം നിങ്ങൾ അനുഭവിക്കേണ്ട എനർജി ഈ വീട് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് ഷോർട്ടിൽ സാമ്പ്രദായമായി നമ്മൾ ദിക്ക് നഷ്ടപ്പെട്ട വീട് എന്ന് പറയുക. ഇങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് എപ്പോഴും ദിക്ക് നഷ്ടപ്പെടാം, എന്നാൽ നഷ്ടപ്പെടാതെയും വേണം. 2 ദിക്കുകൾ നഷ്ടപ്പെടുന്നത് നല്ലതാണ്. 2 ദിക്കുകൾ നഷ്ടപ്പെടാൻ പാടില്ല. അത് ഏതൊക്കെയാണ്? വടക്ക് ദിക്കോ കിഴക്ക് ദിക്കോ ഒരിക്കലും നഷ്ടപ്പെടരുത്. അതിന് സമാന്തരമായി പടിഞ്ഞാറോ തെക്കോ ഉള്ള ദിക്കുകൾ എത്രത്തോളം നമ്മൾ ക്ലോസ് ആയിട്ട് വീട് കെട്ടുന്നുവോ അത്രത്തോളം നല്ലതാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട് കിഴക്ക് നോക്കിയാണെന്ന് വെക്കുക. നിങ്ങളുടെ വീടിൻ്റെ പിന്നിൽ നിങ്ങളുടെ വീടിനോട് ചേർന്ന് മറ്റൊരു ബലിഷ്ഠമായ വീട് നിങ്ങളെക്കാൾ ഉയരത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭാഗ്യം. എന്നാലോ ആ വീടിൻ്റെ കിഴക്കിരിക്കുന്ന നിങ്ങൾ അവർക്ക് ബാധിക്കുന്നു. ഇത് ഉണ്ടാകാതിരിക്കാനാണ് എപ്പോഴും കന്നി ചേർത്ത് എല്ലാവരും വീട് കെട്ടുമ്പോൾ ഈ കെമിസ്ട്രി വർക്കൗട്ടാവും. ഒരു പ്ലോട്ടിൻ്റെ കന്നി ഭാഗത്തോട്ട് ചേർന്ന് എല്ലാവരും വീട് കെട്ടി വരുമ്പോൾ എല്ലാ വീടിൻ്റെയും വടക്ക് കിഴക്ക് തുറന്നിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ വാസ്തുവിൽ വടക്കും കിഴക്കും വളരെ മുഖ്യമാണ്. കാരണം സൂര്യൻ്റെ ഉദയപാത ഈ 2 ദിക്കിലൂടെയാണ്, ഉത്തരായണത്തിലും ദക്ഷിണായണത്തിലും. അപ്പോൾ നിങ്ങൾ കന്നിമൂല ചേർന്ന് എല്ലാവരും വീട് കെട്ടുകയാണെങ്കിൽ അതിന് ഒരു ചെറിയ പ്ലോട്ടാണെങ്കിലും ശരി. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കുഞ്ഞു പ്ലോട്ട് മേടിക്കുന്നു, ആ പ്ലോട്ട് മുഴുവനും നിറച്ച് വീട് കെട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ടടുത്തുള്ള ഒരാൾക്ക് വീട് കെട്ടാനൊരു അവകാശമുണ്ട്. അതേ വീട് കെട്ടുമ്പോൾ നിങ്ങൾക്ക് ഗ്യാപ്പ് ഇല്ലാതാവുന്നു. അത് നിർഭാഗ്യവശാൽ വടക്കിലോ കിഴക്കിലാണെങ്കിൽ വടക്കും കിഴക്ക് അടഞ്ഞ വീടും അതിൻ്റെതായിട്ടുള്ള ശക്തമായ വാസ്തു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പേറും. ഒരു വായു വെളിച്ചം വടക്ക് കിഴക്കിലോട്ട് വരുന്നത് അത്യുത്തമം. കാരണം അവിടുന്ന് ഇൻഫ്രാറെഡിൻ്റെ കടന്നുകയറ്റം കൂടുതൽ അനുവദിക്കുക. തെക്ക് പടിഞ്ഞാറ് പരമാവധി ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ അൾട്രാവയലറ്റിൻ്റെ കടന്നുകയറ്റം കുറയുന്നു. അത് നല്ലതാ. അപ്പോൾ വടക്കില്ലാതെ വീട് കിഴക്കില്ലാതെ വീട് എന്ന് ഉദ്ദേശിക്കുന്നത് വടക്ക് ചേർത്ത് നമ്മൾ വീട് കെട്ടുമ്പോൾ മറ്റൊരാളുടെ വീട് ഫ്യൂച്ചർ ചിലപ്പോൾ അത് ഗാലി സ്ഥലമായിരിക്കാം. നിങ്ങൾ വീട് കെട്ടുമ്പം വടക്കിൻ്റെ തൊട്ടടുത്തുള്ളൊരു പ്ലോട്ട് വിശാലമായി ഒഴിഞ്ഞിരിക്കും. ആ പ്ലോട്ടിൻ്റെ ഉടമ പിന്നൊരു കാലത്ത് അവിടെ വീട് കെട്ടുമ്പോൾ നിങ്ങളുടെ വടക്ക് മറയുന്നു. ഇത് തന്നെയാണ് കിഴക്ക്. പക്ഷെ ഇത് സംഭവിക്കാം എവിടെ? തെക്കും പടിഞ്ഞാറും ചേർത്ത് വീട് കെട്ടുമ്പോൾ അവിടെ നിർഭാഗ്യവശാൽ മറ്റൊരാൾ ചേർത്ത് വീട് കെട്ടിയാലും നിങ്ങൾ സേഫ്റ്റിയാണ്. ഇതിനെയാണ് ദിക്കില്ലാതെ വീട് എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വടക്ക് കിഴക്ക് കൂടുതൽ വിശാലമാക്കി ഇടുക, തെക്ക് പടിഞ്ഞാറ് കൂടുതൽ ക്ലോസ് ചെയ്ത് വെക്കുക. ഇത് വാസ്തുയോഗ്യം. സാർ, നമ്മൾ ഈ വീടിൻ്റെ വാതില് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ തുറക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു അന്ധവിശ്വാസമുണ്ട്. വീടിന്റെ ഫ്രണ്ട് ഡോറൊക്കെ വരുന്നത്, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അതിപ്പോൾ ഞാൻ ഈ പടികളുടെ കാര്യം പറഞ്ഞ പോലെയാ. വീടിൻ്റെ വാതിൽ നിങ്ങൾ വലത്തോട്ട് തുറക്കുക. ശരിയാ, വലത്തോട്ട് തുറക്കൂ. ഒരു ജോലിക്കായി വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തുറക്കുക? എങ്ങനെയാ? ഇടത്തോട്ടല്ലേ തുറക്കേണ്ടത്. ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിലോട്ട് പോവാം. അപ്പം എന്ത് ചെയ്യും? രണ്ടിലും കാര്യമില്ല. വാതിലുകൾ ഉച്ചഭാഗത്ത് വരിക, അത് വളരെ വിശാലമായ തുറന്ന് വയ്ക്കാൻ പാകത്തിന് മറ്റെവിടെയും ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ ആക്കുക. ഇപ്പോൾ ഒരു വാതിലിടുന്ന സ്ഥലത്ത് തന്നെ ചേർത്ത് മറ്റെന്തെങ്കിലും സോഫയോ ചേറയിട്ട് പകുതി വാതിൽ തുറക്കുന്ന ഒരു രീതികളുണ്ട്. അതൊരിക്കലും അരുത്. വാതിൽ നിങ്ങൾ ഒന്നുകിൽ മൂടി വയ്ക്കാം അല്ലെങ്കിൽ തുറന്നു വയ്ക്കാം. പകുതി വാതിലുകളിൽ നിർത്തരുത്.
കാരണം വെളിച്ചത്തിൻ്റെ ആഗമനം അത് സ്ട്രെയിറ്റ് ആയിട്ട് അകത്തോട്ട് വരുന്നതാണ് ഉത്തമം. അത് ചരിച്ചു വിടരുത്. ഇപ്പം പല ഭാഗങ്ങളിലും ഇന്നലെ ഞാനൊരു വീട്, എൻ്റെ വീട് ഞാൻ വാസ്തു വർക്ക് ചെയ്യുന്നൊരു വീടാണ്. സൈറ്റ് വിസിറ്റിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പോകും. എല്ലാ വർക്കുകളിലും ഇടയ്ക്ക് ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട് പോയി സൈറ്റ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ ബാക്കിയെല്ലാം കറക്റ്റാണ്, പക്ഷേ ആ കൊച്ചു കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്. വേറെ ഏതൊരു വിദഗ്ധൻ വന്ന് വാസ്തുദോഷം മാറ്റാൻ ഒരു കോമ്പൗണ്ട് കെട്ടിക്കൊടുത്തു. അതൊരു കുഞ്ഞു മതില, കുട്ടിച്ചവര് പോലെ ഒരു കുഞ്ഞു മതില, എനിക്ക് തോന്നുന്ന ഒരു 2 അടി ഹൈറ്റുള്ളൊരു മതില. ആ മതിലൊരു ഓപ്പൺ ഉണ്ട്, അത് ആ വീടിൻ്റെ നീചഭാഗത്താണ്. അതിന് താഴെ കുറച്ച് ബ്രിക്സ് വിതറിയിട്ടുണ്ട്, ഏതാ ഇന്റർലോക്ക് പോലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റർലോക്കുള്ള ഭാഗത്തൂടെ വണ്ടി കയറുള്ളൂ. അത് നിർഭാഗ്യവശാൽ ആ വീടിൻ്റെ നീചത്തിൽ പോയി കുത്തുന്നു. അപ്പം എത്ര തന്നെ മനോഹരമായ വാസ്തു വീടായിരുന്നാലും ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നമ്മളറിയാതെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ക്രോസ് ചെയ്ത് വന്ന് കയറുന്നു, തെക്കിൽ നിന്നും ക്രോസ് ചെയ്ത് വന്ന് കയറിയാണത്. 1. 2, വാതിലുകൾ ഏത് ഭാഗത്ത് വേണം നമുക്ക് തുറക്കാം, വിസിബിൾ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ജന്നൽ വാതിൽ വടക്ക് കിഴക്കുകളിൽ വലിയ ജന്നൽ വാതിൽ വെക്കുന്നത് നല്ലതാ. അത് മാക്സിമം പ്രഭാത സമയങ്ങളിൽ തുറന്നു വെക്കുക. സെക്യൂരിറ്റി പ്രോബ്ലം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി തന്നെ തുറന്നു വെക്കാം, കാരണം നിങ്ങൾക്ക് ഉറങ്ങാം. സെക്യൂരിറ്റി പ്രശ്നമുണ്ട്, ചിലപ്പോൾ പൂച്ചപ്പട്ടി വരുന്ന സംവിധാനങ്ങൾ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വാതിൽ അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രില്ല് വയ്ക്കാം. എപ്പോഴും പ്രഭാതത്തിൽ ഈ വാതിലുകൾ ജനലിൽ വടക്ക് കിഴക്ക് ഉച്ചഭാഗങ്ങളിൽ തുറന്നു വെക്കുമ്പോൾ മറ്റെന്ത് വാസ്തു പ്രശ്നങ്ങളും ഒരു പരിധിവരെയെങ്കിലും അവിടെ പരിഹരിക്കപ്പെടും. അതേപോലെ തന്നെയാണ് വടക്ക് കിഴക്ക് ഭാഗങ്ങൾ ബലിഷ്ടമായി തുറന്നു വെച്ചുകൊണ്ട് അതിലൂടെ സൂര്യ വെളിച്ചം അകത്തു കൊണ്ടുവരിക. കാരണം സൂര്യ വെളിച്ചത്തിനുള്ളിൽ എന്തൊക്കെ കണ്ടന്റ് ഉള്ളതോ ഒത്തിരി വ്ലോഗുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തന വിരസതയായി പോവും, അതുകൊണ്ട് പറയുന്നില്ല. ആ സൂര്യ വെളിച്ചം എന്നുള്ളൊരു മഹാ മെഡിസിനെ നിങ്ങൾ അകത്തോട്ട് കൊണ്ടുവരിക. വീടും ആ സൂര്യ വെളിച്ചനും ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി തന്നെത്താനെ നിങ്ങൾ സംരക്ഷിച്ചുകൊള്ളും. അതിൻ്റെ പേരായിരിക്കും വാസ്തു. അങ്ങനെയാണ് വാസ്തു. മനസ്സിലായില്ലേ? അപ്പോൾ വാതിൽ തുറന്നടയ്ക്കുന്നതിലല്ല പ്രശ്നം, വെളിച്ചവും വായുവും അകത്തു കൊണ്ടുവരാനുള്ള ഉച്ചഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കണം വാസ്തു. മനസ്സിലായില്ലേ? ഓക്കെ സർ, നമ്മളൊരു വീട് വെക്കുമ്പം വീടിൻ്റെ തറ സമനിരപ്പാകണമെന്ന് നിർബന്ധമുണ്ടോ? കാരണം ചില ഭാഗങ്ങൾ നമ്മൾ എടുക്കുമ്പം ഉയർന്നിരിക്കാം, താഴ്ന്നിരിക്കാം. വീട് കെട്ടി വരുമ്പം ചില ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവാം വീടിൻ്റെ ഒരു ഫൗണ്ടേഷനിൽ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സമനിരപ്പായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? തീർച്ചയായും. ഇതൊരു മറ്റാരും ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു സബ്ജക്റ്റ്, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന സബ്ജക്റ്റാണ്. പക്ഷേ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ ഏതൊരു വീട്ടിൽ പോയി കഴിഞ്ഞാലും ടോയ്ലറ്റ് സന്ദർശിക്കും. പക്ഷേ ടോയ്ലറ്റിൻ്റെ അരവാതിൽ പോലും ഞാൻ തുറക്കാറില്ല. പലരും പതിവ് എങ്ങനെയെന്ന് വെച്ചാൽ ടോയ്ലറ്റ് മുഴുവനും നിറഞ്ഞൊരു പിക്നിക് പോലെ നിന്ന് കാണുന്നൊരു സ്വഭാവമുണ്ട് പല ആൾക്കാർക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല. എന്നെ കാണുന്ന ഞാൻ പോകുന്ന സന്ദർശിക്കുന്ന വീടുകളിൽ എല്ലാവർക്കും അറിയാം, ഒരു വാതിൽ മുഴുവനെ പോലും ഞാൻ തുറക്കില്ല. ജസ്റ്റ് ഒന്ന് തുറക്കും. അതിനുള്ളിൽ പലരും നിശബ്ദമായൊരു ചോദ്യം അവർക്കുണ്ടായിരിക്കും, ഈ വ്യക്തി എന്തേ ഈ വാതിൽ എൻ്റെ ടോയ്ലറ്റ് ഒന്നും കാണാത്തത്? അതിൻ്റെ ആവശ്യമില്ല, ടോയ്ലറ്റ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ. സ്വാഭാവികമായിട്ട് ഇവർക്ക് എല്ലാവർക്കും പറ്റുന്ന തെറ്റെന്ന് വെച്ചാൽ ടോയ്ലറ്റുകളിൽ ഒരു കുഴി ഉണ്ടായിരിക്കും. വെള്ളം പുറത്തു പോകാതിരിക്കാനും എളുപ്പം ഒഴുകി പോകാനും തക്കവണ്ണം ഒരു 1/2 അടി കുഴി പല ടോയ്ലറ്റിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് നിർഭാഗ്യവശാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലാണെങ്കിൽ അതൊരു വാസ്തുദോഷം പേറുന്നു. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞൊരു വളരെ പ്രശസ്തമായൊരു വാക്കുണ്ട്. അതായത് ഒരു വ്യക്തിയെ ഒരു പാര കൊണ്ട് കുത്തിക്കൊല്ലാം, മരണം സംഭവിക്കാം. പക്ഷെ ഒരു സൂചി കൊണ്ട് അങ്ങനൊരു മരണം സംഭവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു പാര കൊണ്ട് നമ്മുടെ ശരീരം ചൊറിയാം, കുത്താം, അപകടം സംഭവിക്കില്ല. പക്ഷെ സൂചി കൊണ്ട് നമ്മൾ കുത്തുമ്പോൾ നമുക്ക് വലിയ തോതിലുള്ള പേടിയും പരിഭ്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. ഇതേപോലെ നമുക്കറിയാത്ത കുഞ്ഞു സൂചികളാണ് ഇതെല്ലാം. ഒരു വീട് നമ്മൾ കെട്ടുമ്പോൾ അത് കന്യഭാഗത്ത് ഒരു ബെഡ്റൂം വയ്ക്കുന്നു. ബെഡ്റൂമുള്ള ഒരു അറ്റാച്ച് ബാത്റൂം ചെയ്തുകൊണ്ട് അവിടെ ടോയ്ലറ്റിനുള്ളിലൊരു കുഴി, വെള്ളം ഒഴുകി പോകാൻ വേണ്ടി. അത് ഈ സൂചി പോലത്തെ വേദനകൾ തരുന്ന വിഷയങ്ങളാണ്. ഒരു പക്ഷേ നഗ്നനേത്രങ്ങളിൽ നിങ്ങൾക്ക് ഒരിക്കലും അത്തരം ഫോൾട്ടുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അശ്രദ്ധമായ പ്രശ്നമാണ്, നിങ്ങളറിയാതെ നിങ്ങളെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളാണ്. എപ്പോൾ ഒരു വീട് പണിഞ്ഞാലും തറ കൃത്യ നിരപ്പായിരിക്കണം. ഇനി വേണമെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗങ്ങൾ ഒരല്പം താഴ്വാരങ്ങളോട് മനഃപൂർവ്വമായി കൊണ്ടുവരുന്നതും കൺസ്ട്രക്ഷൻ കെട്ടുമാന രീതികളിൽ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ വരുന്ന ഹാളോ സിറ്റ് ഔട്ടോ ഏതെങ്കിലും ഒരല്പം താഴ്ത്തി കെട്ടുന്നത് വാസ്തു യോഗ്യമാണ്. അതല്ലാതെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ തറ താഴുന്നത് നമ്മളറിയാതെ വലിയ ബുദ്ധിമുട്ടുകൾ തേടിത്തരും. എനർജി ഫ്ലോ അവിടെ കൃത്യമായി കിട്ടില്ല. വാസ്തു വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബേസിലും കൂടെയാണെന്ന് തുടരെ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും വാസ്തുവിനെ കാണുന്നത് ഒരു വിശ്വാസ രീതിയിലാണ്, അതായിക്കോട്ടെ. പക്ഷേ അതിന് ഊർജമാണ് വാസ്തു എന്ന് വെച്ചാൽ സൂര്യ വെളിച്ചമാണ്. സൂര്യൻ്റെ സൗര ഊർജം
അതാണ് ഊർജ്ജ തന്ത്രം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. സൗരോർജ്ജത്തിലൂടെയാണ് നമ്മൾ വാസ്തുവിനെ കൂടുതൽ പരിഗണിക്കേണ്ടത്. സൂര്യവെളിച്ചവും വായുവും വളരെ കൃത്യമായ രീതികളിൽ നമ്മുടെ വീടിനുള്ളിൽ പ്രവേശിക്കുക. അത് ഉച്ചനീച്ച ഭാഗങ്ങൾ, കാരണം ഉത്തരായണവും ദക്ഷിണായണവും എന്നുള്ള 2 പാതയുണ്ട്. 24 ഡിഗ്രി ഭൂമി അല്പം ചരിഞ്ഞ് സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നു. അതിൻ്റെ പ്രതിഭാസമായി നമുക്ക് ഉത്തരായണവും ദക്ഷിണായണവും 6 മാസം ഉത്തരായണം, 6 മാസം ദക്ഷിണായണം, ഇപ്പോൾ ഉത്തരായണ മാസങ്ങളാണ്. അപ്പോൾ ഇത് കുറച്ച് വിശ്വാസ രീതിയിൽ കുറച്ച് നല്ല കാലയളവായിട്ട് കാണുന്ന 6 മാസങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഉത്തരായണം. അപ്പം ഈ 2 വിഷയങ്ങളിലും നമ്മുടെ വീട് കൃത്യമായ എനർജി ഫ്ലോ, ഊർജത്തിൻ്റെ ആ ഒരു ഫ്ലോ തടുക്കാതിരിക്കാനാണ് തറ മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബേസിൽ വരുന്നതാണ് വാസ്തു. വിഷയം കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ എന്നെ കേൾക്കുന്നവർക്ക് ഇത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇങ്ങനെയും ഒരു സത്യം വാസ്തുവിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റുകൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തറയേക്കാൾ താഴ്ന്നു വരാൻ പാടില്ല. മറ്റൊരു കാര്യം, നോർത്ത് ഈസ്റ്റിനേക്കാൾ താഴരുത്. അതായത് നോർത്ത് ഈസ്റ്റ് എന്നത് വടക്ക് കിഴക്ക് മൂല, വീടിനുള്ളിൽ വടക്ക് കിഴക്ക് മൂലയേക്കാൾ വടക്ക് പടിഞ്ഞാറ് വായുവും എന്നുള്ള മൂലയിൽ കൺസ്ട്രക്ഷൻ ബേസിൽ താഴാൻ പാടില്ല. ഒരു വീടിൻ്റെ ടോട്ടൽ ഏരിയ സ്ക്വയർ ആയിരിക്കും, പക്ഷേ ആ വായു ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമുള്ള വീട് കാർ പാർക്കിംഗ് ഒരുക്കുന്നു. അപ്പോൾ പാർക്കിംഗ് അവിടെ നിന്ന് വീടിൻ്റെ തറയേക്കാൾ താഴ്ന്നിരിക്കുന്നത് ഈശാന്യം പൊങ്ങിയും വായുവും താഴ്ന്നു എന്നുള്ള പ്രതിഭാസം പുതുതായി സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ട് അവിടെയും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ പറയുന്നത്. അത് അനുഭവ രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ മനസ്സിലാകാം. ആ വായു ഭാഗത്തുള്ള താഴ്വാരങ്ങൾ വെരിക്കോസ് വെയിൻ, നരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ, യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഹൃദയാഘാതം, അത് വായുവത്തിൻ്റെ മേളിൽ അപ്പർ ടാങ്ക് വയ്ക്കുന്ന ഹൃദയാഘാതത്തിന് കൂടുതൽ സാധ്യത. ഇതെല്ലാം ഞാൻ പറഞ്ഞു പോയ സബ്ജക്റ്റുകളാണ്. പക്ഷെ എന്നാലും പുതുതായിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ വ്ളോഗിലോട്ട് വരുന്നുണ്ട്. സന്തോഷം. അപ്പം അവരും കൂടെ ഇങ്ങനൊരു മെസ്സേജ് കഴിഞ്ഞ വ്ളോഗിൽ ഉണ്ടെന്ന് അറിഞ്ഞാലേ അവർ തിരിച്ചും പിന്നിൽ പോയി അത് നോക്കാൻ പാകത്തിനുണ്ടോണ് രണ്ടാമത് ആവർത്തിക്കുന്നത്. അല്ലാതെ ആവർത്തന വിരസതയായിട്ട് ആരും കാണണ്ട. അപ്പം ഏതൊക്കെ മൂലയിൽ എന്തൊക്കെ ഫോൾട്ട് വരുമെന്ന് വളരെ കൃത്യമായി ഞാൻ എല്ലാ വ്ളോഗുകളിലും പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇടയ്ക്കിടയ്ക്ക് നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവാം. പ്രത്യേകിച്ച് ചോദിച്ചാൽ തറ എപ്പോഴും സമമായിരിക്കുക, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഉള്ള തറകൾ യാദർച്ഛവശാൽ നിങ്ങൾക്ക് താഴ്ത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വടക്ക് കിഴക്കേ താഴ്ത്താവും. സംശയം ക്ലിയർ ആയില്ലേ? ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഉത്തരങ്ങൾ കിട്ടുന്നതാണ്. അപ്പം മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം.